ഇത് കൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. മിലിറ്ററിയാ, സാറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മേടിപ്പിച്ചതാ. മിലിറ്ററി തന്നെ. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ടോ? ഇത്രയും മഹാമനത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിലാർക്കാടാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഓർഡർ ഇട്ട് നോട്ടീസ് പതിപ്പിച്ച് ജപ്തി നടപടി നീട്ടിത്തരിക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യാണോടാ? അതെ, സാറിത ഇത്ര ഉള്ളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട്. അതാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത്. സമ്മതിച്ചോ? ആര്? സാറ് സമ്മതിക്കും. എടോ, മുഖാചക്രത്തിന്റെ കള്ളും 2 കോഴിക്കാലും വാങ്ങിച്ചു തന്ന് ഡെപ്യൂട്ടി തഹസീൽദാർ ദിവാകര കൈമളെ ചുരുട്ടി വടക്കി കയ്യിലെടുക്കാമെന്ന് ആരാടോ തന്നോട് പറഞ്ഞത്? ഒഴിക്കണോ? അയ്യോ സാറെ, ചതിക്കരുത്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല. അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാമണ്ണം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും. അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത്? മധ്യ തിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ? മദിരാക്ഷി ഒരു ഹരമാണോ? കൊണ്ടുപോണോ മദിരാക്ഷിയെ? മധുര മീനാക്ഷി അതൊരു ദൈവമല്ലേ? മീനാക്ഷി അല്ല, മദിരാക്ഷി. പെണ്ണ്. നീ വന്നേ. നീ ടെൻഷൻ അടിക്കണ്ട. കണ്ടിടത്തോളം പരമത്തറിയാം. ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ മൊത്തം കുളമാവും. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, അങ്ങനെ ഒരു അർത്ഥത്തിന് കൊടുക്കണ്ട. പോടാ, എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടും ഇതിലും വേഗം തൂങ്ങിച്ചാവുന്നതാ. എന്നാ പോയി തൂങ്ങിച്ചാകും. ഇവൻ ആരടാ? കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴാണ്. എടാ വിഷ്ണു, പഠിക്കൊണ്ട് കൊട കൊടുക്കരുത്. ഇപ്പൊ തന്നെ അയാൾ 4 കാലിലാണ്. നീ ഒന്നുകൂടി ചെന്നൊന്ന് മൂപ്പിക്ക്. അതിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചോണ്ട് വരാം. ഭൈരവ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കല്ലേ. വരൂ മധുരം ഹലോ, എത്തിയോ? വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഇതിനിവിടെ നിർത്തിയിട്ട് അവനത് എവിടെ പോയി? ഭൈരവ, ഞാൻ ഇവിടെ ഉണ്ടേ. നമസ്കാരം. അയ്യേ, നീ എന്താ ഈ കോലത്തില്? വേറെ നിവൃത്തിയില്ലായിരുന്നു വിഷ്ണു. ഈ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. ഒരു മരത്തിന് പോലും ഒന്നിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് എങ്ങനെ ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. അയാളിപ്പ എങ്ങനെ? അയാള് ഫ്ലാറ്റ് ആണല്ലോ. എങ്കിൽ ധാരാളം. വിഷ്ണു, നീയും അയാളും? അയ്യേ, അതാവില്ല. എന്നാലും എങ്ങനെയത്? ഈശ്വര, തൊട്ടില്ല പൊട്ടിട്ടുവല്ലോ. പോലീസ് ഓടിക്കോ. മൊത്തം ഇത് തന്നെ. ഇവിടെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് വാ എന്റെ മുത്ത്. ഇറങ്ങിയ പീസ് അങ്ങോട്ട് പോയി. താടിയുള്ള പെണ്ണോ? ഞാൻ പെണ്ണല്ല, ആണാ. വസ്താക്ഷേപം നടത്തുന്നോ? എന്നാ ഇയാള് പീഡിപ്പിക്കുന്നേ. പറ്റിച്ചേ. അയ്യോ സാറേ, ഞാൻ ഡെപ്യൂട്ടി കാലത്ത് അവന്റെ പരമേശ്വരന്റെ അടുത്താ കളി. ചാടിക്കോ.